ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഒരു സന്തോഷം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു കോറസും വലിയ കോറസും ഇത് ഭയങ്കര ഫുൾ പവർ സൗണ്ടിലാണല്ലോ. കല്യാണ ചേച്ചി അരിഞ്ഞൊക്കെ അപ്പൊ സത്യം പറയാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത്. ഉള്ള സത്യം പറയാലോ, കൊച്ചു കൊടുത്ത അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇട്ടാണ് പാപ്പു അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ കൊറേ ഗിഫ്റ്റുകൾ കിട്ടിയതുകൊണ്ട് അവൾക്ക് തന്നെ പാപ്പുവിന് സർപ്രൈസ് ആയി. പാപ്പുനെ ഞങ്ങള് പറ്റത്തോടൊക്കെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. പാപ്പുവിനെ ഒന്നും പറയാനില്ലേ? പാപ്പന് പറയാനുണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടിക്കൊടുക്കുന്നു. നല്ല രസത്തിൽ പാടുന്നു. ഞാൻ ആസ്വദിച്ച് പാടുന്നു. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഇന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഈ വീഡിയോ എടുത്ത് വരത്തുള്ളൂ. പക്ഷെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു, പിന്നെ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു. എനിക്കറിയില്ല, നിറച്ച് നമ്മുടെ യൂട്യൂബിന്റെ ഫോൺ എടുത്ത് നോക്കാൻ പറ്റുന്നില്ല. നോക്കിയപ്പോ മൊത്തം വാട്സാപ്പ് ബില്ലാണ് കേട്ടോ, നിറഞ്ഞിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ പപ്പ, ഹാപ്പി ബർത്ത്ഡേ സുനി ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ സുനി മോനെ എന്ന് പറഞ്ഞ അമ്മമാർ വരെ ഉണ്ട് അതിനകത്ത്. ഒത്തിരി 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 നന്ദി. എന്റെ കമന്റ് പോസ്റ്റിലും ഉണ്ട് കേട്ടോ, ഒത്തിരി പേര് മെസ്സേജ്. തകർപ്പം പരിപാടിയാണല്ലോ. എന്നാന്നറിയോ, ഇന്ന് പപ്പാടെ ബർത്ത്ഡേയാ. ബർത്ത്ഡേയുടെ വൈകിട്ട് നേരമാണ് കേട്ടോ. ഇന്ന് 25 ഡേറ്റ്. അപ്പൊ എന്നോട് കുറെ ദിവസങ്ങളായിട്ട്, ഒരു 1.5-2 മാസമായിട്ട് അറിയാം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം കേട്ടോ, കേക്ക് മേടിക്കരുത് കേട്ടോ, വേണ്ട മേടിക്കരുത്, അങ്ങനെ ഇങ്ങനെ. എന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പോത്താണ് കേട്ടോ, പോത്ത്. അപ്പം പോത്ത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ ഓഫ് ആക്കുവാണ്. പിന്നെ എന്നാ തരത്തില്ല, കുറെ ദിവസം കൊണ്ട് പറയണേ വേണ്ട വേണ്ട എന്നൊക്കെ. അതിൽ ഈ ക്രീം കേക്ക് ഒക്കെ മേടിച്ച് ചേട്ടായും തിന്നത്തില്ല, ഞാനും തിന്നത്തില്ല. വേസ്റ്റ് ആയിപ്പോ. എനിക്ക് ഇപ്പൊ വലിയ ഇഷ്ടമല്ല. പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമായി, നമുക്ക് കിട്ടാണ്ടിരുന്നൊരു ടൈം ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല ചോക്ലേറ്റ് അങ്ങനത്തെ ഒരു സാധനം എനിക്ക് അങ്ങനൊന്നും കഴിക്കുന്നത്. അങ്ങനെ എന്തായാലും ഒരു കുഞ്ഞു മാർബിൾ കേക്ക് എന്തെങ്കിലും മേടിച്ച് മുറിക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കല്ല. വേണ്ട, കേക്കൊന്നും മേടിക്കണ്ട, കേക്കൊന്നും മേടിക്കണ്ടത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറെ ബേക്കറി ഇരിക്കും. ഈ കൊച്ചുള്ളത് കൊണ്ട് എല്ലാ ദിവസവും കൊണ്ടുപോകണം എന്നെ മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഇതെല്ലാം ഇവിടെ കൊണ്ടൊന്നും കുറച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇനിയും അടുത്ത കേക്കും കൂടെ മേടിച്ച് വെച്ചാലും അവിടെ തന്നെ ഇരിക്കും. എന്നാ ഞാൻ ഓർത്തു, കേക്കല്ലേ തടയാൻ പറ്റത്തുള്ളൂ, നമ്മുടെ വീട്ടിലുള്ള സാധനം തടയാൻ പറ്റുമോ? നിങ്ങൾ വിചാരിക്കും ചിലപ്പോ മാവ് കലക്കി തലയിൽ കൂടെ വയ്ക്കാൻ. അല്ല, ആള് തന്നെ മേടിച്ചോണ്ട് വന്ന സാധനം വെച്ച് ആള് ഇതുവരെ കഴിക്കാത്ത, അതായത് ഞാനും ഇതുവരെ കഴിക്കാത്ത ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാ. ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാൻ കഴിച്ചിട്ടില്ല. 2-3 പ്രാവശ്യം ഞാൻ വീഡിയോ ആയിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ വീഡിയോ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കാണിക്കാം. ഇതിപ്പോ ചേട്ടായി വരാറായി, കാരണം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ലേറ്റ് ആയി വന്നപ്പോ. കണ്ടോ, 7:30 8 ചേട്ടായി വരും. അതിന് മുമ്പായിട്ട് സെറ്റ് ആക്കണം, റെഡി ആക്കണം. അപ്പൊ കുറച്ച് മൈദയൊക്കെ കലക്കി എടുത്തു. ഞാൻ എന്നതിനാണെന്നറിയാമോ, പിന്നെ ഒരു കുറച്ച് ഏത്തക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. പൊളിക്കാൻ പോവാ ഈ ഏത്തനും പോത്തനും. ഈ എന്നാലും പോത്തൻ ചേട്ടാക്കി ഭയങ്കര ഇഷ്ടമാണ്. ഏത്തൻ തിന്നില്ലെങ്കിൽ സൈഡ് ഇച്ചിരി ചോറും ഇച്ചിരി ബീൻസ് മെഴുകുവരട്ടി ഇച്ചിരി സാമ്പാറും കൂടെ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അതെല്ലാം തിന്നാ മതി. അപ്പൊ ഞാൻ ഓർത്തു, പിന്നെ അതിനെക്കാണ്ട് എനിക്ക് ചേട്ടാക്കി ഇഷ്ടമുള്ളൊരു സാധനം കൂടി ഇതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള. അതെന്തായാലും പപ്പ വരുമ്പോ കാണിക്കാം. സർപ്രൈസ് അത്. അപ്പൊ എന്തായാലും അപ്പൊ നല്ല പോത്തൻ ഇച്ചിരി ചാറങ്ങ് വെച്ചു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തൻ മുക്കി തിന്നാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ, അതുകൊണ്ട് കുറച്ച് ബീഫേ മേടിച്ചോളേ. കാരണം ഇന്നലെ ഇവിടെ ബീഫ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓൾറെഡി മടുപ്പാണ്. അതുകൊണ്ട് ശകലേ മേടിച്ചു. ഇന്നലെയൊക്കെ ചിക്കനായിരുന്നു, മിനിഞ്ഞാന്ന് ബീഫായിരുന്നു. മിനിഞ്ഞാന്ന് അതിന്റെ ബീഫായിരുന്നു. അതെ. ഞാൻ വന്ന അതിന്റെ പിറ്റേന്നും കൂടെ ഒരു ദിവസം കുറച്ചു നേരം എനിക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നു കുറെ പ്രാവശ്യം. ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ വന്നപ്പോ ചിക്കൻ മേടിച്ചു. അത് ഇറച്ചി എപ്പോഴും കൂട്ടി കഴിയുമ്പോഴത്തേനും മടുക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചേട്ടി ചിക്കനും ഇതും കൂടെ മതിയോ നമ്മനോട് ചോദിച്ചു. അമ്മ ഒന്ന് പോമേ, അമ്മയ്ക്ക് എന്നെ അറിയാന്ന് ചോദിച്ചു. ശരി, പോത്തെങ്കിൽ പോത്തെന്ന് ഓർത്തുകൊണ്ട് മേടിച്ചേക്കാന്ന് വെച്ചു. മേടിച്ചിട്ടുണ്ട്. നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ. അതെനി ക്യാമറയുടെ വല്ല ടെക്നിക്കാനേ ചാൻസ് ഉള്ളൂ. ഇന്ന് അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര പെരുമഴയായിരുന്നു. പക്ഷെ എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല.
നമ്മുടെ ഗുരുമന്ദിരത്തില് അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ സെറ്റും മുണ്ട് കൊടുക്കാതെ പോയത്. അത് വേറൊന്നല്ല കേട്ടോ, ഈ കുഞ്ഞി ഇലപ്പഴേ ആ ചരിപ്പൊക്കെ ഇട്ട് അങ്ങ് ദേത്തോട്ട് കയറും. അപ്പൊ ആ ചെളി ദേത്താവണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല, കാര്യം മഴയായതുകൊണ്ട് തന്നെ. മഴയാണെങ്കിൽ ഇത്ര ആൾക്കാർ എന്റെ പ്രതീക്ഷ പോയെന്നാ ഗാനമേളയൊക്കെ മാറ്റി വെച്ചു, ഭയങ്കര മഴ കാരണം. അപ്പം മിക്കവാറും ചെണ്ടയൊന്നും മഴ തിറക്കാൻ പറ്റത്തില്ലല്ലോ, പൊട്ടിപ്പോകത്തില്ലേ. അപ്പൊ ഘോഷയാത്രയും മിക്കവാറും കാണാൻ അതേപോലൊക്കെ മഴയായിരുന്നു. ഒരു 4 മണി 5 മണി ഇന്നെല്ലാം രാവിലെ ഒരു മഴയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടുള്ള ഇത് കാണത്തില്ല, ചെറുതായിട്ട് ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ ആൾക്കാരെ സമ്മതിച്ചേക്കുന്നു കേട്ടോ. നിങ്ങളുടെ കലറിയിരുന്നേ, കാരണം തൊഴിലുറപ്പിലോട്ട് എനിക്ക് അല്ലാണ്ടേതാ നമ്മുടെ ആൾക്കാർ മൊത്തം ഉണ്ട് അവിടെ. നീ ചുരിദാർ ഇട്ടോണ്ട് അതാണ് നിൽക്കുന്ന കണ്ടതൊക്കെ ചിലപ്പോ പറഞ്ഞു പോയി. കാരണം കൊച്ചുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ 3-4 വർഷത്തിന് മുകളിലായി ഞാൻ ഘോഷയാത്രയോട് നടന്നു പോയിട്ട്. കാരണം എനിക്ക് ഈ നട്ടലിന് തീരുമാനം ആവശ്യം വന്ന് ഞാൻ കിടന്നില്ലേ, വെയിറ്റ് ഒക്കെ ഇട്ട് കിടന്നതിന് ശേഷം ഞാൻ കുടുംബയോഗത്തിനും പ്രാർത്ഥനയ്ക്കും ഇതിനൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ലായിരുന്നു, പങ്കെടുക്കാൻ. എല്ലാം മലമുകളിലോട്ടാ നമ്മുടെ പോകുന്നില്ലായിരുന്നു. അതെല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാ ഉത്സവമാണെങ്കിലും അല്ലാതെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാൻ ഗുരുമന്ദിരത്തിൽ പോകും, നേർച്ചയിടും, പോരും. അങ്ങനെ ആയിരുന്നു ചെയ്യുന്നോണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു, പോകണം ഘോഷയാത്രയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന്. പക്ഷെ ഭയങ്കര പെരുമഴയായിപ്പോയി, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാലും നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല ഒത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയിട്ട്. ഈ പെരുമഴയുടെ പ്രതികൂല കാലാവസ്ഥയായിട്ടും എല്ലാവരും വന്ന് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ആകെ ഒരു വിഷമം തോന്നി, നമ്മുടെ സിറ്റി എല്ലാം അടച്ചിട്ടേക്കാണ്, കടകളെല്ലാം അടവായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു മൂകത. അല്ലെങ്കിൽ കടകളെല്ലാം തുറന്ന് നല്ല ലൈറ്റും പിന്നെ കുറെ ആൾക്കാരെല്ലാം നിൽക്കുന്ന സൈഡിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഓളമായി. പിന്നെ മഴയാണ്ട് എല്ലാവരും കുട നൂത്ത് പിടിച്ചോണ്ടാ പോയത്. തിരുത്താലോ ഒന്നും വെക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. കാലം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ, നല്ല സൂപ്പർ, ഭയങ്കരമായിരുന്നു കണ്ട മഴ. അപ്പൊ ഇനി ഞാനിങ്ങനെ പറഞ്ഞു നിന്നാലേ ചേട്ടായി പോരും. അതിന് മുമ്പായിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പോത്തനും ചാത്തനും ഒക്കെ കേട്ടോ ഇച്ചിരി കൊടുത്താ എന്ന് പറയും. അതിന്റെ സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി വെക്കട്ടെ. വെല്ലുമ്മ ഡാൻസ് വെച്ച് കാണിക്കും കേട്ടോ. വിശേഷമൊക്കെ ചോദിച്ചു. നാഗവല്ലിയാണോ ഇത്? അങ്ങനെ പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വെറൈറ്റി സാധനം, സർപ്രൈസ്. അത് വേറെ ഒന്നല്ല കേട്ടോ, ചീനിക്കിഴങ്ങാണ്. നല്ല അടിപൊളി മെഴുക്കുരട്ടി ഉണ്ട്, നല്ല സൂപ്പർ ഏത്തക്ക ബോളി ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചു. വിശന്ന് എൻ്റെ കണ്ണ് തള്ളിപ്പോയി, അവിടെ ഇച്ചിരി ചോറ് കഴിച്ചു. ഏത്തക്ക ബോളിയും ബീഫ് കൂടെ കഴിച്ചിട്ടില്ല കേട്ടോ. തണുത്ത ഒന്നേ ചെറിയൊരു ചൂടുണ്ട്, പക്ഷെ നല്ല ചൂടോടെയാണ് അടിപൊളിയായിരിക്കും. ആണോ? എന്നാ പെട്ടെന്ന് വിളിച്ചോ, പെട്ടെന്ന് വരാൻ പറയൂ, പെട്ടെന്ന് കഴിക്കാം, പെട്ടെന്ന് കിടന്നുറങ്ങാം. ജാനിക്കുട്ടി അവിടെ പോയി സോപ്പിട്ട് അതെ. പക്ഷേ എന്തോ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്ന പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ശരിക്കും. ഈ പട്ടിയുടെ ശല്യം കാണാൻ തോന്നുന്നു, ഡോറിട്ട് വന്ന് അടിച്ചടിച്ചാന്ന് തോന്നുന്നു. എന്നും ഡോറിന്റെ അടി മനുഷ്യൻ പേടിച്ച് മരിക്കുന്ന ലക്ഷണമുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്മ പോയി കൂട്ടിക്കൊണ്ട് വരുന്നു. ഫസ്റ്റ് പട്ടാളം, പുറകില് ആൾക്കാര്. അമ്മ ഡാഡിനെ കൂട്ടിക്കൊണ്ട് പോരാൻ വേണ്ടി ദേ ഇവിടെ വന്ന് ആ ശരിയാണല്ലോ. അമ്മക്ക് ഈ ഒരു കളർ ഭയങ്കര മാച്ചിങ്, നല്ല രസം. പപ്പ ഞെട്ടി ചോയ്യൂ. കേക്ക് മേടിക്കാനല്ലേ സമ്മതിക്കാണ്ടിരുന്നേ. ഇതെന്നാന്നറിയോ, പിന്നെ കേക്ക് മേടിക്കാൻ സമ്മതിക്കത്തില്ല. കേക്ക് വേണ്ട ഞാൻ പറഞ്ഞു. പക്ഷെ ശരിക്കും കേക്ക് മേടിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട പോയി കേട്ടോ. എന്തായാലും സന്തോഷമായിട്ടുണ്ട്. അത് സാമ്പാറുണ്ട്, ഇത് ഞാൻ പിന്നെ എടുത്തില്ല. ഇത് മതി. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സുരേഷ് ശാന്തി പായസത്തെ തുടങ്ങാം. സുരേഷ് ശാന്തി ആണോ?
കിങ്ങിണിക്കൊക്കെ ചെന്നപ്പോ കൊടുത്ത കേട്ടോ. ഞാൻ കഴിച്ചായിരുന്നു. ഒന്നര ടിന്നിനകത്താക്കി കൊടുത്തു കേട്ടോ ശാന്തി. നമ്മുടെ അപ്പൊ പായസം അത് കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ കഴിക്കട്ടെ. അപ്പൊ ഏത്തനും പോത്തനുമാണ് ഇന്നത്തെ ഫുഡ്. വെറൈറ്റി സാധനം. കഴിച്ചിട്ടില്ലല്ലോ? കഴിച്ചിട്ടില്ല. അയ്യോ ചൂട് ചൂട്. ഇങ്ങനെ മോന് വെള്ളം വേണോ? അപ്പൊ ഏത്തനുണ്ട്, പോത്തനുണ്ട്, റൈസ് ചോറുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ നല്ല കടമ്പത്തോളി. അതെന്താ സാധനം? ഇതാണ് കടമ്പത്തോളി എന്ന് പറയുന്ന സാധനം. കഴിച്ച അന്നേരം നല്ലൊരു ചതിയായി പോയില്ല പറഞ്ഞത്. വെള്ളം കുടിക്കണം. ഇച്ചിരി വെള്ളം ആശാന് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചൂടുണ്ടോ? കുഴപ്പമില്ല. അവിടെ ഇരിക്കി. അപ്പം ഏത്തനും പോത്തനും എങ്ങനെ ഉണ്ടെന്ന് ചേട്ടായി തന്നെ പറയട്ടെ. ഫസ്റ്റ് പപ്പായ്ക്ക് കൊടുക്ക്. ഞാനും ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊരൊറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. ഏത്തനും പോത്തനും എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കടയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. കഴിക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല. അത് ഏത്തക്കാപ്പോലെയൊക്കെ ശകലം തടുത്തിട്ടുണ്ടാവും. ബർത്ത്ഡേ പ്രമാണിച്ച് ഇപ്പം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം റാണി ചേച്ചി ഒരു മെസ്സേജ് ഇട്ടുണ്ട്. പിന്നെ നമ്മുടെ അല്ല ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്ത് എന്റെ ഫോണിനകത്തൂടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. പിന്നെ റാണി ചേച്ചി ഇത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമല്ല, അക്കമാണ്. പ്രായം ഒരു അക്കമല്ലേ. കേക്ക് മുറിക്കുന്നതിലോ ഒരു ബർത്ത്ഡേയിലോ അല്ല. പക്ഷെ ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി വിദേശത്താ. എങ്കിലും ചേച്ചി വിളിച്ച് രാവിലെ കൃഷി ചെയ്തു. എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. കൊച്ചിന് ഇച്ചിരി കൊടുക്കട്ടെ. കൊച്ചിന് കൊടുത്തിട്ടുള്ള കേസേ ഉള്ളു ഇവിടെ. മാങ്ങാച്ചാർ പാടാ. അതൊന്നും ഞങ്ങൾക്ക് ഇറങ്ങത്തില്ല കേട്ടോ. അതും വേണം. ചോറ് ഫസ്റ്റ് വരുതിന്. ഏത്തനും പോത്തനും ഒക്കെ എങ്ങനെയാണ്? അമ്മയും കൂടെ ഇരിക്കും. ഞാൻ അമ്മയ്ക്ക് കൂടെ കൊണ്ടുവന്നായിരുന്നു പാത്രം. അമ്മയും കൂടെ ഒരു പാത്രം എടുത്തിട്ട് വന്നിട്ട് ഇരിക്കി. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കണ്ടേ? നല്ല ചൂടോടെ നിന്നാണ് നല്ല അടിപൊളിയായിരിക്കും. അതെ അതെ അതെ, ഞങ്ങള് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ചേട്ടായി വന്ന് പിച്ചില്ലേ എന്താന്നറിയാം, നമ്മുടെ SNDP ഉത്സവമാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഘോഷയാത്ര ഇല്ലായിരുന്നു. ഗാനമേള ഇല്ലായിരുന്നു. ഗാനമേള ഇല്ലാത്തതെന്ന് വെച്ചാൽ അവര് ഈ മഴ ആയതുകൊണ്ട് ഗാനമേള ഒഴിവാക്കിയത്. അവര് തന്നെ ഒഴിവാക്കി. കാരണം എന്താ ചോദിച്ചാൽ മഴയത്ത് അവരുടെ ബോക്സും കാര്യങ്ങളൊക്കെ നനഞ്ഞു പോകും. നനഞ്ഞു പോകും. ആ പൂവാണ് മാറ്റിക്കൊണ്ട് ഇച്ചിരി കയ്യെ തട്ടുന്നുണ്ട്. തന്നെ നിന്നോട്ടെ. അതുകൊണ്ട് ഇച്ചിരി പോയ പോത്രങ്ങളുണ്ട്. ആ പോത്രമുണ്ട്. അതിനകത്ത് ഉള്ളതൊന്നും നിന്നോട്ടെ. ഉള്ള പോത്രം തിന്നെ. ഇതെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ രണ്ടുപേരും. ഞാനിപ്പോ പറയാം. ചേട്ടാ പറയാൻ പറഞ്ഞില്ലല്ലോ. ഒരു മധുരം, ഒരു എരിവ്, ഒരു ശകലം പുളി, ഇതെല്ലാം കൂടി പുളിയെന്ന് വെച്ചാൽ ഇതാ മാങ്ങ കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു കോമ്പിനേഷൻ. അപ്പൊ ഞാൻ വേണ്ടേ ഏത്തൻ ഇച്ചിരി എടുത്തു. ഇച്ചിരി ബീഫിനകത്തോട്ട് ഇങ്ങനെ ഇളക്കി ഒരു ബീഫിന്റെ പീസും കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നോക്കട്ടെ. ഇതിപ്പം ഒരു വെറൈറ്റി ആയി. ഇപ്പം നാടോടുമ്പോ നടവ് ഓർമ്മല്ലോ. പക്ഷെ ഇപ്പൊ ഉള്ള പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വിച്ചുവിനും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോഴത്തെ ഏത്തനും പൊത്തനും മത്തി വരുവായി. മത്തിക്കറി അലുവ അതൊക്കെയാണ് ഇപ്പത്തെ. നല്ല ഇച്ചിരി ചൂടും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ. അവിടെ നമ്മുടെ കടയിൽ കിട്ടുന്ന ഇവിടെ ചെറിയ വണ്ണം കുറഞ്ഞിട്ടുള്ള ബോളിയായിരിക്കും. നല്ല കറിയും കിട്ടും. മൂന്നായിട്ട് കണ്ടിക്കല്ലേ അന്നേരം നമുക്ക് ചെറിയ നൈസായിട്ട് കിട്ടത്തില്ല. അന്നേരം അത് ഞാൻ ഈ യൂട്യൂബിൽ എന്തൊക്കെ ഫോട്ടോ കണ്ടത് ഇങ്ങനെ മുഴുത്തായിട്ട് അത് ഞാൻ നോക്കിയതാ. ക്ഷമിക്ക്, അടുത്ത പ്രാവശ്യം ചെറുതാക്കാം. അല്ല പിന്നെ അല്ല അവിടെ പറഞ്ഞ അവിടെ ചെറുതാന്നാ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ അങ്ങനെ മോദിക്ക് അറിയാലോ. പക്ഷെ ചിപ്പിയാന്ന് തോന്നുന്നു. ചിപ്പി പറഞ്ഞു ഞങ്ങൾ ഏത്തനും പോത്തനും ഉണ്ടാക്കിയിട്ടോ തിന്നല്ലോ എന്ന് ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഫേമസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തായിരുന്നു ഏത്തനും പോത്തനും കഴിക്കേണ്ടവര് വരുക കഴിക്കാം. പപ്പായ്ക്ക് ബർത്ത്ഡേ ആശംസിക്കുക. ഏത്തനും പോത്തനും സൂപ്പർ ആയിരുന്നു. പിന്നെ അതിലും ഉപരി സിന്ധു ഇട്ടൊരു മെസ്സേജ്,
ആ അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റാറ്റസ്. ആ സൂപ്പർ ആയത്. എനിക്ക് ഭയങ്കരമായിട്ട് അത് കണ്ടപ്പോഴത്തേക്ക് മനസ്സ് അറിഞ്ഞായിരുന്നു കേട്ടോ. അത് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്, അല്ലാതെ അതിനകത്ത് പൊങ്ങച്ചോ കൂടുതലോ കുറവോ ഒന്നുമല്ല പറഞ്ഞ് എഴുതിയതിനകത്ത് ഇച്ചിരി കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ദൈവം സഹായിച്ച് തമ്പുരാനായിട്ട് നല്ലൊരു അച്ഛനും അമ്മയായിട്ട് എനിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ഒരു മനുഷ്യനെ. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ അമ്മ എന്ത് എസ്സേ മോളൊക്കെ എഴുതിയിട്ടേക്കുന്നത് ഞാൻ ചിന്തിച്ചല്ലോ. അമ്മ അച്ഛനും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭാഗ്യം. എന്റെ അമ്മയച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ പൊക്കി എടുത്തത്. അല്ല അച്ഛന്റെ സ്നേഹം പറയാൻ എനിക്ക് യോഗം കിട്ടിയില്ല. അച്ഛനുള്ളപ്പോഴേ കല്യാണം ചോദിച്ചതാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അച്ഛന്റെ ഭാഗ്യം, അച്ഛന്റെ കൂടെ ഉള്ള ആ ഒരു ജീവിതം എനിക്ക് കിട്ടിയില്ല. ആ ഒരു കുടുംബത്തെ അപ്പന്റെ അമ്മയുടെയും കൂടപ്പുറപ്പുകളുടെ ഒക്കെ കൂടെ ഉള്ളതൊരു. പക്ഷെ ചേട്ടാടെ എല്ലാ കൂടപ്പുറപ്പുകളുടെയും ചേട്ടാടെ എല്ലാ അമ്മയുടെയും ഒക്കെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും അനുഗ്രഹവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ഫുഡും കാര്യങ്ങളും എല്ലാവരും കേട്ടോ തന്നിട്ടേ ഉള്ളൂ. എന്നോട് ആരും അല്ലാണ്ട് ഒരു ഇച്ചിപ്പോ അങ്ങോട്ട് മാറി നിൽക്കാൻ വരെ ഇന്ന് വരെ എനിക്കറിയില്ല. എന്റെ മുഖത്ത് നോക്കി ആരും കണ്ടില്ല. മാറി ഇതൊക്കെ പറയുന്നത് ഇത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട് പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നു. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരായിട്ടാണ്. രാവിലെ വന്ന് അമ്മ എന്റെ നെഞ്ചത്ത് കയറി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതുപോലെ ഈ സുന്ദരി ഇതുപോലെ പിച്ചി പൊടിയാ. അല്ല മിനിഞ്ഞാന്നേ ഇവള് അതേപോലെ തന്നെ ചേട്ടൻ ചങ്കി കയറി കിടക്കുവാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും കാലം വെച്ചിട്ട് കിടക്കുക. എന്നിട്ട് എന്തോ കഥ പറഞ്ഞു. കുറുക്കം വന്നു, അപ്പടി വന്നു, ഇപ്പടി വന്നു, ചേട്ടാ ഉണ്ടാക്കി കഥ പറയാ. എന്നിട്ടോ പാപ്പു അന്നേരം ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്. ചേട്ടായി ഈ രാമായണത്തിലെ കഥ മൊത്തം അമ്മൂനോടും ഒപ്പനോടും പറയും. അപ്പു പകുതി കഴിയുമ്പോ ചാടിപ്പോ. പക്ഷെ അമ്മു ചാടിപ്പോയില്ല. എന്നിട്ടോ പപ്പ എന്നിട്ടോ എന്റെ കൊഞ്ഞിന് കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഉള്ള ചൂടത്ത് നല്ല സൂപ്പറായിട്ട് ഞങ്ങളൊന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കഴിക്കാനുള്ളതൊക്കെ വരാം. ഇനിയുണ്ട് കേട്ടോ, സാധനമുണ്ട്. നാളെ നമുക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പൊ ഇതൊക്കെ ചെലവാകും. അതെ, ആരാ എന്താന്ന് പറയണ്ട, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ. അല്ല ചൂനി സ്റ്റിക്കർ ആയിരിക്കുന്നു. സ്റ്റിക്കർ. കുറച്ചു നേരമായി അന്നമാണ് ഉന്നം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് എന്നെ സമയം വന്നത് ഗൈസ്. അപ്പൊ ഞാനിവിടെ കഴിക്കാന്ന് വിചാരിച്ചു. പപ്പായും മോളും കഴിച്ചിട്ട് എനിക്ക് പോയി പല്ല് കേൾക്കാൻ വേണ്ടി വിളിക്കുന്ന കേട്ടോ ജാനീനെ. ജാനിയുടെ ഒരു കുന്തളിപ്പ് ബാപ്പു വന്നു. എന്താ പൊന്നോ, പല്ല് തേപ്പിക്കുന്നത് മുഖം കഴിപ്പിക്കുന്നത് എല്ലാം പാപ്പുവാട്ടോ. ഉണ്ട് പാപ്പുവിനെ ജീവന. അച്ചു അവിടെ ചെയ്യുന്നത് പല്ല് തേപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ രാവിലെ മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കുള്ളൂ, വൈകിട്ട് അച്ചു. അപ്പൊ അതുകൊണ്ട് അച്ചുവിനോട് അവിടെ ഭയങ്കര ഇങ്ങനെ തന്നെയാ. പുന്നാരിയില് എങ്ങനെ ഉണ്ടമ്മ? ഒരു ഏത്തൻ തിന്നു. ഇത് ചേട്ടായി ഒരു ഇച്ചിരി കഷ്ണം തന്നതാണ്. അപ്പം 1.25. പിന്നെ ഒരു ചെറുതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഒന്നും ഇല്ല, പിന്നെ രസത്തിന് ടേസ്റ്റ് തീരെ ഇല്ല ഒരു എന്നാ പറയുന്നത്. പിന്നെ ഇങ്ങനെ ഇച്ചിരി ബീഫിന്റെ ചാറോടെ നമ്മള് കൊളസ്ട്രോളും കൊണ്ട് പിടിച്ചെന്നോട്ടം നോക്കിട്ട് എനിക്ക് കിട്ടും പോയെന്നില്ല. എന്നാ പിന്നെ ഇനി ശരിക്കും തിന്നിട്ട് ഒരു ഞാൻ കൊറേ ശ്രമിച്ചു നോക്കി, രക്ഷയില്ല. പക്ഷെ ഏത്തനും പോത്തനും ഒക്കെ ഇങ്ങനെ ഞാൻ ടേസ്റ്റിയായിട്ട് ഒരാഴ്ച ഒന്ന് തിന്നാൻ കഴിയും. ഞാൻ എന്റെ വീട്ടുകാരെ എല്ലാരെയും കടത്തി വെട്ടും. ചോറും കേട്ടോ. ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് കഴിച്ചില്ലല്ലോ, കഴിച്ചേട്ടാ. അപ്പൊ കഴിക്കട്ടെ കേട്ടോ, ഞാനിവിടെ കഴിക്കട്ടെ ഗൈസ്. എനിക്ക് കൊതി വന്നിട്ട് പാടില്ല. എന്റെ പൊന്നെ, ഇങ്ങനത്തെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ കാര്യത്തിൽ തീരുമാനമാവൂലോ. ഡോക്ടറും രോഗിയാ കേട്ടോ. എന്നാ ഭാഗ്യ പാപ്പുന് എന്നാ ഉബി ആണോ? മോളിലോട്ട് നോക്കും പൂമ്പാറ്റ. ഞങ്ങളുടെ വീട്ടിൽ പൂമ്പാറ്റ വന്നിരിക്കുന്നു. കൊറേ നേരം കൊണ്ട് പൂമ്പാറ്റയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അയ്യോ, അതിനെ കൊല്ലല്ലേ. യോ, ഇവള് വലിയ വില്ലജ കേട്ടാമോ. ദേ ചവിട്ടി തൂർക്കുന്നു പാപ്പുന്റെ കൈയൊക്കെ. ഇന്ന് മാംഗോയുടെ ഐസ്ക്രീം, പിന്നെ എന്നാ സാധനമാണ് ഓറിയോ, ഡാർക്ക് ഫാന്റസി ഒക്കെ മേടിച്ചു കൊടുത്തതാ. കൈ കൊണ്ട് പണി ചെയ്തിട്ടാ.
പക്ഷെ എന്നാ പറഞ്ഞാലും വന്ന് ആ കുഴമ്പ് തൂത്താൻ പിന്നെ ഇച്ചിരി വേദന കുറവുണ്ടെന്ന് പറയുന്നുള്ളൂ കേട്ടോ. ആ ഈറുപൊളിഞ്ഞിരിക്കുന്നത് അത് കടിച്ചു പറിക്കുന്നത്. ആ ഡോക്ടർ. അതെ 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 അതെ. ആ വാച്ചിനാന്നാ ഗുളിക എടുത്ത് നോക്കുന്നത്. അയ്യോ ഛർദിക്കാൻ പറ്റുന്നത്. ആ എന്നാ വാ, പാപ്പുന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ കൊച്ചിന്റെ? കിറ്റ് വേണ്ടേ? ചൂനന്റെ സമ്മാനം കൊടുക്കും ഫസ്റ്റ്. ഒരു സമ്മാനം ഇന്ന് ചൂനനെ കൊണ്ടുപോയി ചൂനന് ഇഷ്ടപ്പെട്ട കളറാട്ടോ എടുത്തേക്കുന്നത്. ഹാപ്പി ടു യു എന്ന് പറഞ്ഞ് 2 കൈ വെച്ച് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ 2 കൈ വെച്ച് കൊടുക്ക്. ഞാൻ തന്നെ പൊട്ടിക്കാം. ഇനിയിപ്പോ പാപ്പൂന് വിഷമമാണെങ്കിൽ ഞാൻ തന്നെ പൊട്ടിച്ചോളാം. ഓ സൂപ്പർ. നാളെ പാപ്പൂന് കട കൊണ്ടുപോകാൻ ഉള്ളതായി. ചൂനന്റെ അച്ഛന്റെ അമ്മേന്റെയും കിറ്റാന്ന് പറ. അയ്യോ അതെടുത്ത് കയ്യിലായിക്കെല്ലാം പറ്റിക്കല്ലേ. ഇട്ട് നോക്കാൻ ഞാനും ചാനിക്കുട്ടിയും കൂടെ സൂപ്പറിൽ പോയി മേടിച്ചോണ്ട് അടുത്തൂടെ കൊടുക്ക്. ഓരോന്നോരോന്ന് കൊടുക്ക്. ഇതുണ്ടല്ലോ ഞങ്ങളോ ആരും മേടിച്ചല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൊടുത്ത. ചേട്ടാ ഇന്നലെ വന്നപ്പോ ഓരോ ഗിഫ്റ്റ് കൊണ്ടാ വന്നത്. ചേട്ടാടെ അത് പൊട്ടിക്കാൻ കിറ്റ് പൊട്ടിക്കാൻ. എന്റെ ഒരു കുഞ്ഞി കുട്ടി ഗിഫ്റ്റ് കൂടെ ഉണ്ടല്ലോ. ഇത് പറ്റിയൊരു ഗിഫ്റ്റാണ് എന്നാലും അത് വലിയ ഗിഫ്റ്റാ. ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ പ്രാർത്ഥന. ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി കിറ്റ് പൊട്ടിക്കാണ്ട് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഇവള് അച്ഛനെ പോണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ ബനിയൻ. അതിന്റെ കോളറും അതിന്റെ കൈ അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട്. ഷർട്ടിന്റെ കളറും കൊണ്ടും തിരിച്ചമ്മ എല്ലാവർക്കും ഇഷ്ടമായോന്ന് പറയണേ. ഇച്ചിരിയും കൂടെ കാക്കിയല്ല, നല്ല കളറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഉലുവ കളറാട്ടോ. ഇച്ചിരി കൂടെ ലൈറ്റ്. ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ട് ഇപ്പൊ വീഡിയോക്കകത്തൂടെ കാണുന്നത്. ഇത് ഇച്ചിരി കൂടെ ലൈറ്റ് ആണ്. കറക്റ്റ് ഉലുവ കളർ കേട്ടോ. അപ്പൊ പപ്പ അതും കൂടി ഇട്ടോ. ഗിഫ്റ്റ് പൊട്ടിക്കുന്നില്ല മറ്റേത്. ഓക്കെ ഞാനാണോടോ കൂളി പോകുന്നത്. മനുഷ്യനെ കൊണ്ട് തോറ്റു പോകട്ടോ. ഇന്ന് അതിന്റെ ഇന്നമ്മ വിളിച്ചപ്പോ അതിന്റെ ഒരു പരാക്രമം കാണുന്നു. ഏതെല്ലാം രീതിയിലാ സന്തോഷിപ്പിക്കണ്ടേന്ന് അതിനറിയത്തില്ല. അപ്പച്ച അപ്പച്ച കടയിൽ പോയതാണോ? പാല് മേടിക്കാൻ പോയതാണോ? ഭയങ്കര സെറ്റപ്പാണ്. എന്റെ പൊന്നേ, തലേ വെച്ചോണ്ടാ നടക്കുന്നതൊന്ന് പൊട്ടിക്കാണ്ട് ഇനി സമാധാനം ഇല്ലെന്നുള്ള. ഇത് ജാനിയുടെ ആണോ ബർത്ത്ഡേ അതോ പാപ്പുവിന്റെ ആണോ? പപ്പായ്ക്ക് ആകെപ്പാടെ 2 കൊച്ചുമക്കളെ ഇരട്ടപ്പേര് ഇട്ടിട്ടുള്ളു കേട്ടോ. ഒന്ന് കിച്ചു അപ്പായി, 2 ജാനി പാപ്പു. അത് പാപ്പു പൊട്ടിക്കട്ടെ. പാപ്പുവിന്റെ കിറ്റല്ലേ. ഒരു സമാധാനം ഇല്ലെന്നുള്ളതാണ്. ഇരിക്കപ്പുറത്ത് ഇല്ലെന്നുള്ള കേട്ടോ ജാനിക്കുട്ടിക്ക് കിറ്റ് പൊട്ടിക്കാൻ. അടിപൊളി കേട്ടോ. പക്ഷെ ഇത് ഈ ഒരു
ഷെയ്ഡ് അല്ല കേട്ടോ, ഈ ഒരു കളർ അല്ല അല്ലേ, ഇത് ശരിക്കും ഇതൊരു കാക്കി കളർ ഫീൽ ആവും. പക്ഷെ അതല്ല, കളർ വ്യത്യാസമുണ്ട് നന്നായിട്ട്. അത് ഈ ലൈറ്റിന്റെ ആണോ? ഈ ലൈറ്റ് ജസ്റ്റ് വാം ലൈറ്റ് ചെറുതായിട്ട് നിർത്തി നോക്കി. മഞ്ഞ അല്ല, ഉലുവ കളറും അല്ല. ഉലുവ കളർ, കാക്കി കളർ അല്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ലൈറ്റ് ഇട്ടോ ഇനി കണ്ടോ, ലൈറ്റ് ഇട്ടപ്പോ പെട്ടെന്ന് ചേഞ്ച് ആയല്ലോ കളറ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല കറക്റ്റ്. ചെലപ്പോ ഒന്ന് ചുരുങ്ങാം, പക്ഷെ നല്ല കളർ ഭയങ്കര. മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. സിന്ധമ്മ മണിക്കൂർ നേരം ഇവിടെ നിന്ന് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ, തീരുമാനമായില്ലേ? ഞാൻ ചുമ്മാ ഇവിടെ മുടിപ്പാട്ട് പാടി വയ്ക്ക. എന്നാ കെട്ടിയന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പാടാനാണോ അത്? നമ്മളൊക്കെ പാടുക. ഉമ്മക്കുട്ടിയോ? അമ്മുക്കുട്ടി അല്ല, മുച്ചുക്കുട്ടി. അമ്മയോ? അടുത്ത കിറ്റ് പൊട്ടിക്ക, അടുത്ത കിറ്റ് പൊട്ടിക്കാൻ വേണ്ടി ഒരു ഫാത്തിമ ബീബി. അംഗപ്പുറപ്പാടാണ് ഇവിടെ. ആ സൂപ്പർ. ഇതെന്നാ സാധനം? അയ്യോ, അതെടുത്ത് താഴെ പോന്നാണോ? എന്താ അതെന്തിട്ട്? അത് ബോക്സ്. എനിക്ക് രണ്ടും ഈ ബോക്സ് രണ്ടും കണ്ടപ്പോഴേ എനിക്ക് പെർഫ്യൂം. പൊന്നുമക്കള് പപ്പായ സ്നേഹിക്കുന്ന മക്കൾ അയച്ചു കൊടുത്തേക്കുന്നത് അതോട്ടെ. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ രണ്ടുപേര് അയച്ചു കൊടുത്തേക്കുന്നത്. വെൽക്കം വെൽക്കം. അതിന് ചൂനല്ലല്ലോ അത് മേടിച്ചു കൊടുത്ത വെൽക്കം പറയാൻ. നമുക്കിത് കളയാം, പൊട്ടിക്കാം. അടുത്തതും പെർഫ്യൂം. അത് ബ്രൂട്ട്. അത് അവള് ഉപയോഗിക്കാറായിട്ടില്ലല്ലോ. അവൾക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ പറയാറില്ലല്ലോ. അപ്പൊ നല്ല മണമായിട്ടാണല്ലോ. എന്റെ കയ്യാളുടെ ഇച്ചിരി അടിച്ചേ. കൂടി എന്ത് നല്ല മണം. ഹായ് ഇന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ റൂമില്? എനിക്ക് ഇതിൽ ഇച്ചിരി കൂടെ നല്ല സൂപ്പർ വേണം തോന്നിയത്. ഇത് ഇച്ചിരിയും കൂടെ അല്ല, അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സ്മെല്ല് യാർലിയുടേത് അല്ലേ. ഇതിന്റെ മണം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതടിച്ചോ പപ്പ, ഇത് ഇച്ചിരി അടിച്ചോ പപ്പ. ശകലം അടിക്ക്, ശകലം, എന്നാലും മണം അറിയുള്ളൂ. ഇതിനേക്കാളും നല്ല യാർലിയാ. ശീലമായി. പക്ഷെ പപ്പ ഇങ്ങനെ ബ്രൂട്ടെന്നൊക്കെ പറയല്ലേ, എന്തു ആയിക്കോട്ടെ അത് കേട്ടിരുന്ന് ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം കേട്ടോ. ബർത്ത്ഡേക്ക് പിന്നെ ഓർത്തിരുന്ന ആ ദിവസം തന്നെ കയ്യിൽ കിട്ടാനായിട്ട് ആ കറക്റ്റ് ദിവസമൊക്കെ നോക്കി അയച്ചു കൊടുത്ത ആ ഒരു മനസ്സുണ്ടല്ലോ. ദൈവമേ, ആ വലിയ മനസ്സിന് മുമ്പില് സത്യം അതാണ്. രണ്ടുപേരും സ്പ്രേ ആട്ടോ അയച്ചേക്കുന്നേ. പപ്പ സ്പ്രേയുടെ ആളാണ്. സ്പ്രേയുടെ ആളാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് രണ്ടുപേര് സ്പ്രേ അയച്ചിട്ടുണ്ട്. അന്നാ വാരി കൊരി അടിക്കുവോ? പണ്ടൊക്കെ അടിക്കുവായിരുന്നല്ലേ, ഇപ്പൊ അടിക്കോ? ആണോ? പിന്നെയോ, എപ്പോഴും അടിച്ചിട്ടേ പോകത്തുള്ളൂ, അടിച്ചിട്ടേ നടക്കത്തുള്ളൂ. നാളെ ചപ്പനും ആളും വെല്ലുപ്പനും ആളുവേ, സോറി വെല്ലുപ്പനും ആള് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇത് കിട്ടിയതിന്റെ സമ്മാനം ഇതൊന്നുമല്ല, അടിച്ച് പെരുത്ത് കിറുങ്ങി അങ്ങോട്ടും ഭയങ്കര ഇത് ഇരിക്കുകയാണ്. അത് കിട്ടിയതിന്റെ ഒരു സന്തോഷം. ശരി, കൊണ്ടോ കൊച്ചിന്റെ സന്തോഷം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്റെ സന്തോഷങ്ങൾ പറയാം. എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു. ബാപ്പുവിന് സമ്മാനം കൊടുത്തവരും ഉമ്മ പറഞ്ഞേ. അങ്ങോട്ട് പറ, അങ്ങോട്ട് പറ. ഉമ്മ കൊടുക്കും. ഇങ്ങനെ ഫ്ലൈറ്റ് കൊടുക്കും.
അപ്പൊ എന്തായാലും സമ്മാനമൊക്കെ കൈനർച്ചി കിട്ടിയിട്ടുള്ള ഒത്തിരി 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 സന്തോഷം കേട്ടോ. അപ്പൊ ചേട്ടായി പണി കഴിഞ്ഞൊക്കെ വന്നതല്ലേ, അപ്പൊ മടുത്തൊക്കെ ഇരിക്കുക. അപ്പൊ ഇനി പോയി വേണേ കിടക്കുന്നുണ്ടല്ലേ. നമുക്ക് സമ്മാനം തന്നവരും നമ്മളെ വിഷ് ചെയ്തവർക്കും എല്ലാവർക്കും ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും 1000 ആശംസകൾ. 1000 നന്ദി, താങ്ക്സ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ പിള്ളേരും കൂടെ വന്നോണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതായി. നമുക്ക് കേക്ക് മുറി അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ്. അതെ, എന്നാലും കുഞ്ഞു കുഞ്ഞു ഏത്തനും പോത്തനും ഒക്കെ കഴിച്ചില്ലേ. അല്ല നമുക്ക് അതും മതി. കണ്ടമാനം കേക്ക് വാരി മുഖത്തൂടെയൊക്കെ തേക്കേണ്ട പരിപാടി ഇല്ല, അത് വേണ്ട, അത് വേണ്ടെന്ന് വെച്ചില്ല. തീറ്റ സാധനം വേസ്റ്റ്. അപ്പൊ എന്തായാലും പിന്നെ ഇച്ചിരി ഉള്ളെന്ന് പറഞ്ഞാലും ഇച്ചിരി സമയം ഉള്ളതെന്ന് പറഞ്ഞാലും സന്തോഷിച്ചു. അത് പ്രത്യേകിച്ച് ഇവർ വന്നോണ്ടാണ് കേട്ടോ, അമ്മും കുഞ്ഞും കൂടെ വന്നോണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും തന്നെയാണെങ്കിൽ ഇത്ര ഒന്നും ഇതില്ല. അയ്യോ പപ്പാടെ തലേന്ന് ഒരു മുട്ടേനെ കിട്ടി കേട്ടോ കൊച്ചിന്. ഓ പേര് ഒന്നാണോ ഇച്ചിരി മണക്ക് അങ്ങോട്ട്. പാപ്പിന്റെ കൂടെയാണോ കിടക്കുന്നേ? കിടക്കുന്ന അമ്മൂന്റെ കൂടെയാണ്. പാപ്പോന്റെ കൂടെ ഒരു ദിവസം കിടക്കും, ഞങ്ങളുടെ കൂടെ കിടക്കും. അമ്മച്ചിയുടെ ഓടിയ പാപ്പിന്റെ കൂടെ കിടക്കും. അയ്യോ ഇപ്പൊ എത്ര നല്ല മര്യാദരാണ്. സിന്ധു വാടി കൊച്ചിനെക്കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്ന ഇപ്പൊ അമ്മച്ചിനോടെ കിടക്കാൻ. അതെ, പാപ്പന്റെ ഉമ്മ ഇവിടെ വരുന്ന വരെ ഈ കൊച്ചു മര്യാദയുള്ള കൊച്ചാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കൊണ്ട് അതിനെ തിരുത്തും. കെട്ടിപ്പിടിച്ചൊരുമ്മ, ഒരു ഉമ്മയോട് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക. കൊച്ചിന്റെ ഒരു കെട്ടിപ്പിടിച്ച് കൊല്ലുവ, നമ്മൾ മടുത്തു പോകുമ്പോൾ